ആരുടെ രചനയാണ് കേരളം എന്ന കൃതി? ആൻസർ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ഗിരിജാ കല്യാണം ആരുടെ കൃതിയാണ്? ആൻസർ ഉണ്ണായി വാര്യർ. അധ്യാത്മരാമായണം ആരുടെ കൃതിയാണ്? ആൻസർ എഴുത്തച്ഛൻ. ആരുടെ കൃതിയാണ് കൃഷ്ണഗാഥ? ആൻസർ ചെറുശ്ശേരി. ആരുടെ കൃതിയാണ് തുലാവർഷപ്പച്ച? ആൻസർ സുഗതകുമാരി. പുത്തൻ കാലവും അരിവാളും എന്ന കൃതി ആരുടെ രചനയാണ്? ആൻസർ ഇടശ്ശേരി. ആരുടെ രചനയാണ് കറുത്ത പക്ഷിയുടെ പാട്ട്? ആൻസർ ONV കുറുപ്പ്. ആരുടെ കൃതിയാണ് മയൂര സന്ദേശം? ആൻസർ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. ഉമാകേരളം എന്ന കൃതി ആരുടെ രചനയാണ്? ആൻസർ ഉള്ളൂർ S പരമേശ്വരയ്യർ. ആരുടെ കൃതിയാണ് ജ്ഞാനപ്പാന? ആൻസർ പൂന്താനം. ഹരിനാമ കീർത്തനം എന്ന കൃതി ആരുടെ രചനയാണ്? ആൻസർ എഴുത്തച്ഛൻ. ആരുടെ രചനയാണ് ഖസാക്കിന്റെ ഇതിഹാസം? ആൻസർ OV വിജയൻ. ആരുടെ രചനയാണ് അലാഹയുടെ പെൺമക്കൾ? ആൻസർ സാറ ജോസഫ്. ആരുടെ രചനയാണ് ഇനി ഞാൻ ഉറങ്ങട്ടെ? ആൻസർ PK ബാലകൃഷ്ണൻ. കേശവന്റെ വിലാപങ്ങൾ ആരുടെ രചനയാണ്? ആൻസർ M മുകുന്ദൻ. സിനിമയാക്കിയ ആദ്യത്തെ മലയാള നോവൽ? ആൻസർ മാർത്താണ്ഡവർമ്മ. ആരുടെ കൃതിയാണ് ഭ്രാന്താലയം? ആൻസർ കേശവദേവ്. ആരുടെ കൃതിയാണ് കീചകവധം? ആൻസർ ഇരയിമ്മൻ തമ്പി. ആരുടെ രചനയാണ് പ്രകാശം പരത്തുന്ന പെൺകുട്ടി? ആൻസർ T പത്മനാഭൻ. ആരുടെ കൃതിയാണ് പ്രകാശം പരത്തുന്ന ആൺകുട്ടി? ആൻസർ KP രാമനുണ്ണി.